ഒരു വീട്ടിൽ ഒരാൾ മരണപ്പെടുന്നു. ആ വീട്ടിലുള്ള എല്ലാവരും സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്നു. ആരായിരിക്കും കൊന്നത്? വീട്ടിലുള്ളവരാണോ അതോ പുറത്തു നിന്നും വേറെ ആരെങ്കിലുമാണോ? നല്ല ത്രില്ലർ സ്റ്റോറിയാണ്. ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുത് നിങ്ങൾ. നേരെ കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ ഭൂരിഭാഗം ആളുകളും വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോൾ. പക്ഷെ എനിക്ക് വിശ്രമം പലപ്പോഴും അപൂർണമായി തുടരുന്നു. സെന്റ് മേരി മിഡ് എന്ന ചെറിയ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പ്രായമാകുമ്പോൾ ഒരാൾ ഭൂതകാല ചിന്തകളിൽ മാത്രം മുഴുകിപ്പോകുമെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലായിരിക്കും കൂടുതൽ ചിന്തകൾ. ഓരോ ചെറിയ സൂചനയും പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു ശീലം പോലെ. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വിചിത്രമായ സംഭവങ്ങൾക്കിടയിലേക്ക് വലിച്ചയക്കപ്പെടുന്നത്. ഒരു ദിവസം രാവിലെ ജനൽ വഴി കടന്നു വരുന്ന സൂര്യപ്രകാശം എൻ്റെ ചെറിയ സ്വീകരണ മുറിയുടെ ഒരു മൂലയെ പ്രകാശിപ്പിച്ചു. ഞാൻ സാവധാനം ചായ കുടിച്ച് നെയ്ത്ത് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഒരു പരിചിതമായ ശബ്ദം എൻ്റെ ശ്രദ്ധയാകർഷിച്ചത്. പത്രം കൊണ്ടുവരുന്നൊരു കുട്ടി പുറത്തു നിന്നും വിളിക്കുകയാണ്. ഞാൻ വാതിൽ തുറന്നു. പത്രം വാങ്ങി കസാരയിലേക്കിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ ഞാൻ വാർത്തകൾ വായിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വാർത്തയിൽ എൻ്റെ കണ്ണുടക്കിയത്. പ്രശസ്ത വ്യവസായി റെക്സ് ഫോർട്ടെസ്ക്യൂവിൻ്റെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ചായിരുന്നു വാർത്ത. അദ്ദേഹത്തിൻ്റെ മരണം സാധാരണമായിരുന്നില്ല. ചായ കുടിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ നെഞ്ചുവേദന അനുഭവപ്പെടുകയും അവിടെ വീഴുകയും ചെയ്തുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ കേസിൽ വിഷം കലർന്നതായി സംശയിക്കുന്നു എന്നും പത്രത്തിൽ എഴുതിയിരുന്നു. ഞാൻ പത്രം താഴെ വെച്ച് ആഴത്തിലുള്ള ചിന്തയിലാണ്ടു. റെക്സ് ഫോർട്ടെസ്ക്യൂ എന്ന പേര് എനിക്ക് തീർത്തും പരിചയമുള്ള പേരായിരുന്നു. അദ്ദേഹം വളരെ സമ്പന്നനും സ്വാധീനമുള്ള വ്യക്തിയുമാണ്. എന്നാൽ ഈ വാർത്ത എൻ്റെ ശ്രദ്ധ കൂടുതൽ ആകർഷിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് വിചിത്രമായൊരു വരിയും കൂടി എഴുതിയതുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കുറച്ച് റൈ, അതായത് ഒരു തരം ധാന്യം കണ്ടെത്തിയിരുന്നു. ഈ കാര്യം എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. എനിക്കൊരു പഴയ നഴ്സറി കവിത പെട്ടെന്ന് ഓർമ്മ വന്നു. സിംഗ് എ സോങ് ഓഫ് 6 pence, എ പോക്കറ്റ് ഫുൾ ഓഫ് റൈ. ഇത് വെറും യാദർച്ഛികതയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ? അത് പറയാൻ പ്രയാസമാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു മുന്നറിയിപ്പിൻ്റെ മണി മുഴങ്ങി. ഇതെല്ലാം പത്രക്കാർ വെറുതെ എഴുതി പിടിപ്പിക്കുന്നതാണോ? എന്നാൽ ഞാൻ മുന്നോട്ടു പോകുന്തോറും കേസിലെ വിചിത്രമായ കാര്യങ്ങൾ വെളിപ്പെട്ടു. മരണം പെട്ടെന്നുള്ളതും അസ്വാഭാവികവുമാണെന്ന് പോലീസ് ഇതിനകം തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. റെക്സിന്റെ കുടുംബാംഗങ്ങളും സംശയത്തിലായി. അന്ന് വൈകുന്നേരം എനിക്കൊരു പഴയ പരിചയക്കാരനായ ഇൻസ്പെക്ടർ നീലിന്റെ ഒരു കത്ത് ലഭിച്ചു. ഈ കേസ് വളരെ സങ്കീർണമാണെന്നും എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാമെന്നും അദ്ദേഹം കത്തിൽ എഴുതിയിരുന്നു. ഞാൻ ചിരിച്ചുപോയി. ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് പലപ്പോഴും താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അടുത്ത ദിവസം ഞാൻ ലണ്ടനിലേക്ക് പോകാൻ തയ്യാറെടുത്തു. യാത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ ഇത്തവണ എൻ്റെ മനസ്സ് പറഞ്ഞു, എനിക്ക് അവിടെ എത്തണം. റെക്സ് ഫോർട്ടെസ്ക്യൂവിൻ്റെ മരണത്തിൻ്റെ പിന്നിൽ ഒരു ആഴത്തിലുള്ള രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. ട്രെയിൻ യാത്ര ശാന്തമായിരുന്നു. ജനലിൻ്റെ പുറത്ത് വയലുകളും മരങ്ങളും ചെറിയ പട്ടണങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഞാൻ മനസ്സിൽ ആ പഴയ കവിതയിലെ വരികൾ ആവർത്തിച്ചു. എ പോക്കറ്റ് ഫുൾ ഓഫ് റൈ. എന്തുകൊണ്ടാണ് ആർക്കെങ്കിലും റെക്സിൻ്റെ പോക്കറ്റിൽ റൈ ഇടേണ്ടി വന്നത്? ലണ്ടനിൽ എത്തിയതിനു ശേഷം ഞാനൊരു ടാക്സി വിളിച്ച് ഫോർട്ടെസ്ക്യൂ കുടുംബത്തിൻ്റെ വസതിയായ യൂൾസ്റ്റൺ ഹൗസിലേക്ക് പുറപ്പെട്ടു. ഞാൻ സങ്കല്പിച്ചതുപോലെ തന്നെയായിരുന്നു ആ വീട്. പഴയതും ഗംഭീരവും, പുറത്തു നിന്ന് നോക്കിയാൽ ഭീകരവുമായി തോന്നുന്ന ഒരു വീട്. വാതിൽക്കൽ നിന്ന വേലക്കാരൻ എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. വീടിൻ്റെ അന്തരീക്ഷം വിചിത്രമായിരുന്നു. എല്ലാവരും ഉള്ളിൽ ഭയപ്പെട്ടിരിക്കുന്ന പോലെ, പക്ഷെ പുറത്ത് സാധാരണമായി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റെക്സിന്റെ ഭാര്യ അറ്റ്ലൈഡിനെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. അവരെന്നേക്കാൾ വളരെ ചെറുപ്പമായിരുന്നു. അവരുടെ മുഖം വളരെ സുന്ദരമാണ്. പക്ഷെ അവരുടെ കണ്ണുകളിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. റെക്സിന്റെ മകൻ ലാൻസ്ലോട്ട് വിദേശത്തായിരുന്നതുകൊണ്ട് വാർത്ത കേട്ട് തിരികെ വന്നതാണ്. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യവും അസ്വസ്ഥതയും വ്യക്തമായിരുന്നു. മറ്റു കുടുംബാംഗങ്ങളും സമ്മർദ്ദത്തിലായിരുന്നു. എല്ലാവരും എന്തോ ഒരു രഹസ്യം മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പോലെ. അന്ന് രാത്രി ഞാൻ എൻ്റെ മുറിയിലിരുന്ന് അവരുടെ എല്ലാം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഒരു സമ്പന്നനായ ആളുടെ വിഷം മൂലമുള്ള മരണം, പോക്കറ്റിൽ റൈ, പുറത്ത് സാധാരണമായി തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ തകർന്നു നിൽക്കുന്ന ഒരു കുടുംബം. ഇതെല്ലാം ചേർത്ത് നോക്കിയപ്പോൾ കേസ് വളരെ ആഴമുള്ളതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ തീരുമാനിച്ചു, നാളെ മുതൽ ഞാൻ ഈ കുടുംബത്തെ കൂടുതൽ അടുത്ത് നിരീക്ഷിക്കും. കാരണം ഓരോ മുഖത്തിലും ഒരു മറഞ്ഞിരിക്കുന്ന കഥ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ശ്രദ്ധയോടെ നോക്കിയാൽ സത്യം തീർച്ചയായും വെളിപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ യൂൾസ്റ്റൺ ഹൗസിൽ ഉണർന്നപ്പോൾ വീടിൻ്റെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. പുറത്ത് മൂടൽമഞ്ഞ് വ്യാപിച്ചിരുന്നു.
അകത്തെ ഇടനാഴികളിൽ വിചിത്രമായ നിശബ്ദത തളം കെട്ടി നിന്നു. കഴിഞ്ഞ ദിവസത്തെ സംഭവം കാരണം ചുവരുകൾ പോലും വിറയ്ക്കുന്നത് പോലെ തോന്നി. ഞാൻ പ്രഭാത ഭക്ഷണത്തിനായി താഴെ പോയപ്പോൾ മേശയിൽ ചിലർ ഇതിനകം ഇരിപ്പുണ്ടായിരുന്നു. അവിടെ റെക്സ് ഫോർട്ടസ്ക്യൂവിൻ്റെ ഭാര്യ അഡ്ലൈഡ്, മകൻ ലാൻസ്ലോട്ട്, മകൾ പാട്രീഷ്യ എന്നിവരുമുണ്ടായിരുന്നു. ലാൻസ്ലോട്ടിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് തുടുത്തിരുന്നു. അവൻ ഇടയ്ക്കിടെ സ്പൂൺ മേശയിൽ കൊട്ടി. അഡ്ലൈഡ് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, ലാൻസ്, നീ ഇത്ര ദേഷ്യപ്പെടരുത്. പോലീസ് അവരുടെ ജോലി ചെയ്യുകയാണ്. ലാൻസ് കടുപ്പത്തോടെ മറുപടി പറഞ്ഞു, അമ്മയ്ക്കറിയാലോ പോലീസ് എന്നാൽ എന്താണെന്ന്. അവർ നമ്മളെല്ലാവരെയും സംശയിക്കും. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ആരും സംശയിക്കപ്പെടാത്തവരായില്ല. ഇത് കേട്ട് പെട്രീഷ്യ വിറച്ചു. ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവൾ അച്ഛൻ്റെ മരണത്തിൽ ദുഃഖിതയായിരുന്നു. പക്ഷെ അവളുടെ മുഖത്ത് മറ്റെന്തോ ഒന്നുകൂടി ഉണ്ടായിരുന്നു. എന്തോ ഒരു ഭയം അവൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പോലെ. പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻസ്പെക്ടർ നീലെത്തി. അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവമുള്ളതായിരുന്നു. എല്ലാവരെയും ഒന്ന് നമസ്കരിച്ച ശേഷം അദ്ദേഹം നേരിട്ട് കാര്യങ്ങളിലേക്ക് കടന്നു. നിങ്ങളോടെല്ലാം എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അദ്ദേഹം പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി. ഇൻസ്പെക്ടർ ആദ്യം അഡ്ലൈഡിനോട് ചോദിച്ചു, മിസ്സിസ് ഫോർട്ടസ്ക്യൂ, നിങ്ങളുടെ ഭർത്താവിന് ചായ കൊടുത്തത് ആരാണ്? അഡ്ലൈഡ് കുറച്ചുനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, സാധാരണയായി ഈ ജോലി ഞങ്ങളുടെ വേലക്കാരി ഗ്ലാഡിസ് ആണ് ചെയ്യാറ്. അന്നും അവൾ തന്നെയാണ് ചെയ്തത്. നീലത് എഴുതിയെടുത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് അടുത്തിടെ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിരുന്നോ? അഡ്ലൈഡ് തോളുകൾ കുലുക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, റെക്സിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു സ്വാർത്ഥനായിരുന്നു. ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി. കുടുംബത്തിൽ പോലും ആരും അദ്ദേഹത്തെ ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ മറുപടി കേട്ട മുറിയിൽ ഒരു ചലനമുണ്ടായി. ലാൻസ് പറഞ്ഞു, ഇത് സത്യമാണ്. അച്ഛൻ ഞങ്ങളെ എപ്പോഴും പണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഞങ്ങളെ അടിച്ചമർത്തി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം സമാധാനം ലഭിച്ചത്. അവൻ്റെ വാക്കുകൾ കഠിനമായിരുന്നെങ്കിലും സത്യസന്ധമായി തോന്നി. ഞാൻ നിശബ്ദമായി എല്ലാം നോക്കിക്കണ്ടിരുന്നു. ഇൻസ്പെക്ടർ നീലിൻ്റെ നോട്ടം എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ ചെറുതായി പുഞ്ചിരിച്ചു. ഓരോ മുഖത്തിന് പിന്നാലെയുള്ള കഥ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനുശേഷം ഞാൻ വേലക്കാരി ഗ്ലാഡിസിനെ കണ്ടു. അവൾ ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു ചായക്കപ്പുണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകൾ നിരന്തരം ചലിച്ചുകൊണ്ടേയിരുന്നു. അവളെന്തോ പിറുപിറുക്കുന്നത് പോലെ. അവളുടെ മുഖത്തെനിക്ക് നിഷ്കളങ്കത കാണാൻ കഴിഞ്ഞു. എന്നാൽ അതോടൊപ്പം ആഴത്തിലുള്ള പരിഭ്രമവും. ദിവസം മുഴുവനും പോലീസ് വീടിൻ്റെ അകത്തും പുറത്തും കറങ്ങി നടന്നു. ഓരോ മുറിയും പരിശോധിക്കപ്പെട്ടു. ഞാനും എൻ്റെ രീതിയിൽ വീട് നിരീക്ഷിച്ചു. പഴയ ഫർണിച്ചറുകൾ, കനത്ത കർട്ടനുകൾ, ചുവരുകളിൽ തൂക്കിയിട്ട ചിത്രങ്ങൾ എല്ലാം പുറമേ ഗംഭീരമാണ്. എന്നാൽ ഉള്ളിൽ ദുഃഖവും രഹസ്യവും ഒളിപ്പിച്ചു വച്ചതുപോലെ. വൈകുന്നേരം എനിക്ക് ഇൻസ്പെക്ടർ നീലുമായി ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, മിസ് മാർപ്പിൾ, ഈ കേസ് കാണുന്ന പോലെ എളുപ്പമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റെക്സിന് വിഷം നൽകിയെന്ന് വ്യക്തമാണ്. ടാക്സിൻ എന്ന വിഷം. ഇത് അപൂർവമായൊരു സസ്യമാണ്. യുവിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. പക്ഷേ പോക്കറ്റിൽ കണ്ടെത്തിയ റെയ്ക്ക് എന്താണ് അർത്ഥം? ഇതെല്ലാം ഒരു കവിതയുമായി പൊരുത്തപ്പെടുന്നുണ്ടല്ലോ. ഞാൻ സാവധാനം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ കവിത വെറും യാദൃച്ഛികതയല്ല. ഇത് ചെയ്തയാൾ കവിതയെ ഒരു അടിസ്ഥാനമാക്കിയിരിക്കുന്നു. എനിക്ക് ഭയമുണ്ട്. ഈ കൊലപാതകം ഇവിടെ അവസാനിക്കില്ല. ഒരുപക്ഷെ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാം. നീൽ ഞെട്ടിപ്പോയി. അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, കാരണം കവിതയിൽ പോക്കറ്റ് ഫുൾ ഓഫ് റൈ മാത്രമല്ല, അതിൽ കൂടുതലുണ്ട്. പൈ, രാജ്ഞി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കൊലയാളി ശരിക്കും കവിതയെ ഒരു ഭൂപടം പോലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. നീലൊരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തണം. രാത്രി എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയപ്പോൾ ഞാൻ ഏറെ നേരം ഉറങ്ങാതെ കിടന്നു. ഈ വീട്ടിൽ ആരോ ഒരാൾ കവിതയിലെ അടുത്ത വരികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അവൻ അവൻ്റെ അടുത്ത നീക്കം നടത്താൻ പോവുകയായിരിക്കും. അടുത്ത ദിവസം രാവിലെ ഞാൻ പൂന്തോട്ടത്തിൽ നടക്കുമ്പോൾ പെട്ടെന്നൊരു ബഹളം കേട്ടു. ചില വേലക്കാർ ഓടുകയായിരുന്നു. ഞാനും അങ്ങോട്ട് ചെന്നു. നിലത്തൊരാൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അടുത്തു പോയി നോക്കിയപ്പോൾ അത് ഗ്ലാഡിസ് ആയിരുന്നു. പാവം വേലക്കാരി മരിച്ചു കിടക്കുന്നു. അവളുടെ മുഖത്ത് ഭയത്തിൻ്റെ ഒരു ഭാവം തളം കെട്ടി നിന്നിരുന്നു. അവളുടെ ചുറ്റും നിലത്ത് ചെറിയ റൊട്ടിക്കഷ്ണങ്ങൾ ചിതറിക്കിടന്നിരുന്നു. ആരോ മനഃപൂർവ്വം എറിഞ്ഞതുപോലെ. ആ സമയത്ത് ഭയത്തോടെ ഞാൻ ആ കവിത ഓർമ്മിച്ചു. 4 and 20 ബ്ലാക്ക് ബോട്ട്സ് ബോക്സ് ഇൻ എ പൈ. എൻ്റെ ഭയം സത്യമായിരിക്കുന്നു. ആദ്യ മരണത്തിന് ശേഷം രണ്ടാമത്തെ മരണവും കവിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്ലാഡിസിൻ്റെ ശരീരം കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞു. അവൾ നിഷ്കളങ്കയായിരുന്നു. ഒരുപക്ഷെ അവൾ എന്തെങ്കിലും കണ്ടിരിക്കാം, എന്തെങ്കിലും അറിഞ്ഞിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവളുടെ വായ അടച്ചത്.
ഇൻസ്പെക്ടർ നീൽ ഓടി വന്നു. അദ്ദേഹം മൃതദേഹം കണ്ടിട്ട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, ഇതൊരു കളിയല്ല, കൊലയാളി നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, അല്ല ഇൻസ്പെക്ടർ, ഇതൊരു കളിയല്ല, വളരെ ആസൂത്രിതമായ നീക്കമാണ്. കൊലയാളി കവിതയിലെ ഓരോ വാക്കിനെയും യാഥാർത്ഥ്യമാക്കുകയാണ്. അടുത്ത നിമിഷം എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഈ കേസ് പോലീസിനും കുടുംബത്തിനും മാത്രമായി ഒതുങ്ങുന്നതല്ല. ഇതെനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒന്നായി മാറിയിരിക്കുന്നു. ഗ്ലാഡിസിനെ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ടത്. അവളുടെ നിഷ്കളങ്കമായ കണ്ണുകൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അവളുടെ മരണം എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ ഈ കവിതയിലെ ഓരോ സൂചനയും മനസ്സിലാക്കും. ഈ കൊലയാളിയെ അവൻ തന്നെ ഉണ്ടാക്കിയ വലയിൽ കുടുക്കി സത്യം പുറത്തു കൊണ്ടുവരും. ഗ്ലാഡിസിന്റെ മരണം വീടിന്റെ അന്തരീക്ഷം കൂടുതൽ ഭയാനകമാക്കി. വേലക്കാർ മുകളിലിരുന്ന് അടക്കം പറയുന്നുണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ മുൻപത്തേക്കാൾ നിശബ്ദതയും സംശയാലുക്കളുമായി. വീടിന്റെ ഓരോ ഇടനാഴിയിലും മരണത്തിന്റെ നിഴൽ ഉള്ളതുപോലെ തോന്നി. ഗ്ലാഡിസിന്റെ ശരീരം മാറ്റി മുറിയിൽ വെച്ചു. ഞാൻ ജനലിന്റെ അടുത്ത് നിന്ന് അകലെ നിന്നും എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഇപ്പോഴും അതേ ഭയത്തിന്റെ ഭാവം തങ്ങി നിന്നിരുന്നു. അവളുടെ മരണം യാദൃച്ഛികമായിരുന്നില്ല. ഇതെല്ലാം മനഃപൂർവ്വം കവിതയിലെ വരികൾക്കനുസരിച്ച് ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇൻസ്പെക്ടർ നീല എൻ്റെ അടുത്തേക്ക് വന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, മിസ് മാർപ്പിൾ, ഈ കവിതയെ ആരോ ഭൂപടം പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം റെക്സിന്റെ പോക്കറ്റിൽ റൈ, ഇപ്പോൾ ഗ്ലാഡിസിന്റെ ചുറ്റും റൊട്ടി കഷ്ണങ്ങൾ. അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? ഞാൻ പതുക്കെ മറുപടി പറഞ്ഞു, കവിതയിൽ അടുത്തത് കറുത്ത പക്ഷികളെയും രാജ്ഞിയെയും കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഭയമുണ്ട്, കൂടുതൽ മരണങ്ങൾ ഇനിയും ഉണ്ടാകും. പക്ഷെ ആരാണ് ഈ കവിതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നതെന്നും അത് യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് എന്താണ് കാരണമുണ്ടായതെന്നും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എനിക്ക് ഗ്ലാഡിസിന്റെ ഒരു കാര്യം ഓർമ്മ വന്നു. കഴിഞ്ഞ രാത്രി അവൾ എൻ്റെ മുറിയിൽ വെച്ച് മടിച്ചു പറഞ്ഞിരുന്നു, മാഡം, ഞാൻ കാണരുതാത്ത എന്തോ ഒന്ന് കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് പേടിയാണ്. ഞാൻ വായ തുറന്നാൽ എനിക്ക് അപകടം സംഭവിക്കും. സത്യം പറയാൻ ഭയപ്പെടേണ്ടെന്ന് ഞാൻ അവളെ ഉപദേശിച്ചു. പക്ഷെ അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അവൾ മരിച്ചിരിക്കുന്നു. ഇതിനർത്ഥം വ്യക്തമായിരിക്കുന്നു. അവൾ ശരിക്കും കൊലയാളിക്ക് അപകടമുണ്ടാക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് കണ്ടിരിക്കുന്നു. അന്ന് ഉച്ചതിരിഞ്ഞ് പോലീസ് എല്ലാവരെയും ഡ്രോയിങ് റൂമിൽ വിളിച്ചുകൂട്ടി. ഇൻസ്പെക്ടർ നീൽ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. മിസ്റ്റർ റെക്സ് ഫോർട്ടസ്ക്യൂ വിഷം നൽകി കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഗ്ലാഡിസും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വീട്ടിലെ ആരോ ഒരാൾ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുണ്ട്. അറ്റ്ലയുടെ രൂക്ഷമായ ശബ്ദത്തിൽ ചോദിച്ചു, ഞങ്ങളിൽ ആരെങ്കിലുമാണോ ഇത് ചെയ്തതെന്നാണോ നിങ്ങൾ പറയുന്നത്? നീൽ ശാന്തമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു, പുറത്തു നിന്നുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ വീട്ടിൽ കയറി വീണ്ടും വീണ്ടും കൊലപാതകം ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കൊലയാളി നിങ്ങളിൽ ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരാൾ. മുറിയിൽ നിശബ്ദത തളം കെട്ടി. എല്ലാവരുടെയും മുഖത്ത് അസ്വസ്ഥതയും ഭയവും വ്യക്തമായിരുന്നു. ലാൻസ്ലോഡ് പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, പോലീസ് വെറുതെ ഞങ്ങളുടെ സമയം കളയുകയാണെന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥ ശത്രു അച്ഛൻ്റെ ബിസിനസ് രംഗത്ത് നിന്നുള്ളവരായിരിക്കും. പിന്നെ ഗ്ലാഡിസ്, അവളൊരു സാധാരണ വേലക്കാരി മാത്രമായിരുന്നു. ആരവളെ കൊല്ലാൻ ആഗ്രഹിക്കും? ഞാൻ ഉടൻ പറഞ്ഞു, ചിലപ്പോൾ സാധാരണക്കാർ പോലും ഏറ്റവും അപകടകരമായ സത്യങ്ങൾ കാണാറുണ്ട്. ആ സത്യം അവരുടെ ജീവനെടുക്കും. ലാൻസ്ലോഡ് എന്നെ നോക്കി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം ഞാൻ പെട്രീച്ചയെ കണ്ടു. അവൾ അവളുടെ മുറിയിലിരുന്ന് കരയുകയാണ്. ഞാൻ പതിയെ ചോദിച്ചു, നീ എന്തിനാ ഭയക്കുന്നത്? അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, ആൻറ്റി, ഈ വീട്ടിലെ എല്ലാവരെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും അച്ഛനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ എല്ലാവർക്കും ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് ഭയമാണ്, അടുത്തത് ഞാനായിരിക്കുമോ എന്ന്. അവളുടെ ശബ്ദം വിറച്ചു. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കരുത്. നിനക്ക് സത്യമറിയാമെങ്കിൽ എന്നോട് പറയൂ. അവൾ തല കുനിച്ചു പറഞ്ഞു, അച്ഛൻ ചായ കുടിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ മുറിയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നതായി ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ആ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഒരു നിഴൽ മാത്രമാണ് ഞാൻ കണ്ടത്. ഇത് കേട്ട് എൻ്റെ മനസ്സ് കൂടുതൽ ജാഗരൂകമായി. ഇതിനർത്ഥം വിഷം കൊടുക്കുന്ന ജോലി ഒറ്റയ്ക്ക് ഗ്ലാഡിസ് അല്ല ചെയ്തതെന്നാണ്. മറ്റാരോ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവളൊരു പക്ഷേ സത്യം പുറത്തു വരാതിരിക്കാൻ ഗ്ലാഡിസിനെ കൊലപ്പെടുത്തിയതായിരിക്കും. രാത്രിയായി. വീട്ടിലെല്ലാവരും ഉറങ്ങാൻ പോയി. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ നിശബ്ദമായി ഇടനാഴികളിലൂടെ നടന്നു. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും നേരിയ ശബ്ദം കേട്ടു. ആരോ എന്തോ ചെയ്യുന്നത് പോലെ. ഞാൻ പതുക്കി പടികളിറങ്ങി. അടുക്കളയിലെ ജനൽ തുറന്നു കിടക്കുന്നുണ്ട്. കാറ്റിൽ കർട്ടൻ ആടിക്കൊണ്ടേയിരുന്നു. അടുത്തുപോയി ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മേശപ്പുറത്ത് ധാന്യം സൂക്ഷിക്കുന്ന ഒരു പെട്ടി തുറന്നു കിടക്കുന്നു. അതിനടുത്ത് ചെറിയ വിത്തുകൾ പോലെ ചിലത് വീണ് കിടന്നിരുന്നു. ഞാൻ അവ ശ്രദ്ധയോടെ നോക്കി. അത് റൈ വിത്തുകളാണെന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഇതിനർത്ഥം കൊലയാളി ഇപ്പോഴും ഈ വീട്ടിൽ
ചുറ്റിത്തിരിയുന്നുണ്ടെന്നും അവൻ്റെ അടുത്ത നീക്കത്തിനായി തയ്യാറെടുക്കുന്നു എന്നുമാണ്. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു നിഴൽ വേഗത്തിൽ നീങ്ങുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ ആരെങ്കിലും ഓടിപ്പോവുകയായിരിക്കും. ഞാൻ പുറത്തേക്ക് പോയില്ല, കാരണം അത് പോലീസിന്റെ ജോലിയായിരുന്നു. ഞാൻ ഉടൻ തന്നെ ഇൻസ്പെക്ടർ നീലിനെ വിവരമറിയിച്ചു. അടുത്ത ദിവസം രാവിലെ വീണ്ടും വീട്ടിൽ ബഹളമായി. ഇത്തവണ റെക്സിന്റെ ഭാര്യ അഡ്ലൈഡിന് സുഖമില്ലായിരുന്നു. ഡോക്ടറെ വിളിച്ചു. അവർക്കും നേരിയ തോതിൽ വിഷം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അളവ് കുറവായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. നീൽ ദേഷ്യത്തോടെ പറഞ്ഞു, കൊലയാളി കുടുംബത്തിലെ സ്ത്രീകളെയാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ അത് വ്യക്തമായി. ഞാൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പക്ഷേ അവൻ കവിതയിലെ അടുത്ത വരി യാഥാർത്ഥ്യമാക്കുകയായിരിക്കും. ഓർക്കുക, കവിതയിൽ രാജ്ഞിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ അവനെ സംബന്ധിച്ച് അഡ്ലൈഡ് രാജ്ഞിയുടെ സ്ഥാനത്താണ്. അവനവളെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ഇപ്പോൾ കേസ് കൂടുതൽ പ്രശ്നത്തിലാണ്. 3 ശ്രമങ്ങൾ നടന്നു. ഒന്ന് വിജയിച്ചു, ഒന്ന് ഭാഗികമായി വിജയിച്ചു, ഒന്ന് പരാജയപ്പെട്ടു. കവിത ഇനി ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുമെന്ന് എനിക്ക് പോലും ചിന്തിക്കാൻ പ്രയാസമായി. പക്ഷെ ഒന്നുറപ്പായിരുന്നു, കൊലയാളി വളരെ തന്ത്രശാലിയും ക്ഷമയുള്ളവനുമാണ്. ഞാൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു, നമ്മൾ എത്രയും പെട്ടെന്ന് സത്യമറിയണം, അല്ലെങ്കിൽ ഇത് അവസാനിക്കില്ല. അന്ന് രാത്രി ഞാൻ എൻ്റെ മുറിയിലിരുന്ന് കവിതയിലെ വരികൾ എഴുതിക്കൊണ്ടിരുന്നു. ഓരോ വാക്കും ശ്രദ്ധയോടെ നോക്കി. പതിയെ എൻ്റെ മനസ്സിലൊരു ചിത്രം രൂപം കൊണ്ടു. ഇത് വെറുമൊരു രക്തച്ചൊരിച്ചിലിൻ്റെ കളിയായിരുന്നില്ല, മറിച്ച് കുടുംബത്തിലെ അത്യാഗ്രഹം, വെറുപ്പ്, രഹസ്യങ്ങൾ എന്നിവയുടെ ഒരു വലയായിരുന്നു. ഈ വല എത്ര ആഴമുള്ളതാണോ അത്രത്തോളം അപകടകാരിയായിരിക്കും ഈ കൊലയാളിയെന്നും എനിക്കറിയാമായിരുന്നു. യൂൾസ്റ്റൺ ഹൗസിൻ്റെ ചുവരുകൾ ഇപ്പോൾ എനിക്ക് കൂടുതൽ ഭീകരമായി തോന്നി. ഓരോ മൂലയും അതിൻ്റെ ഉള്ളിൽ എന്തോ രഹസ്യം ഒളിപ്പിച്ചു വെച്ചതുപോലെ. കൊലയാളി ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. നമ്മുടെ ഇടയിൽ തന്നെ ചുറ്റിത്തിരിയുന്നു. കവിതയിലെ അടുത്ത വരികൾക്കനുസരിച്ച് അവൻ്റെ നീക്കം നടത്താൻ കാത്തിരിക്കുന്നു. നേരം വെളുത്തപ്പോൾ ഇൻസ്പെക്ടർ നീലൻ്റെ മുറിയിൽ വന്നു. രാത്രി മുഴുവനും ഉറക്കമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ക്ഷീണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിസ് മാർപ്പിൾ, ഞാൻ വേലക്കാരെ ചോദ്യം ചെയ്തു. കഴിഞ്ഞ രാത്രി ആരാണ് ധാന്യവും റെയ്യും നിലത്തിട്ടതെന്ന് ആർക്കും അറിയില്ല. അടുക്കളയിലെ വാതിൽ അകത്തുനിന്നും അടച്ചിരുന്നു. ജനൽ തുറന്നിരുന്നു. ഒരുപക്ഷെ കൊലയാളി ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു, എനിക്കതിൽ ഒരു സംശയവുമില്ല. പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഇത്ര എളുപ്പത്തിൽ ഇതെല്ലാം ചെയ്യാൻ കഴിയില്ല. ചോദ്യം ഇതാണ്, ആർക്കാണ് ഇത്ര സമയവും ധൈര്യവും കാരണവുമുള്ളത്? നീൽ ദീർഘനിശ്വാസമെടുത്തു. ഞങ്ങളെല്ലാവരും നോക്കുന്നുണ്ട്, പക്ഷേ വീടിൻ്റെ അന്തരീക്ഷം വഷളായിക്കൊണ്ടിരിക്കുന്നു. അഡ്ലൈഡ് സുഖപ്പെട്ട് എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷെ അവളുടെ നില ദുർബലമാണ്. ലാൻസ്ലോട്ട് ദേഷ്യത്തിലാണ്. പെട്രീഷ ഭയം കാരണം മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല. വേലക്കാരാണെങ്കിൽ ഭയന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ചെറിയ സൂചനകൾ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ഈ സൂചനകൾ നമ്മളെ യഥാർത്ഥ കൊലയാളിയുടെ അടുത്തേക്ക് നയിക്കും. അന്ന് ഞാൻ സ്വയം വീടിൻ്റെ ഓരോ ഭാഗവും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കാൻ തുടങ്ങി. ലൈബ്രറിയിൽ പഴയ പേപ്പറുകളുടെ ഒരു കൂമ്പാരമുണ്ടായിരുന്നു. അതിൽ റെക്സ് ഫോർട്ടെസ്ക്യൂവിൻ്റെ ബിസിനസ് രേഖകളുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ആളുകളുടെ അടുത്ത് നിന്നും പണം പിരിച്ചിട്ടുണ്ട്. പലരോടും അദ്ദേഹം വഞ്ചന കാട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കച്ചവടം അങ്ങനെയായിരുന്നു. ശത്രുക്കൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷേ എൻ്റെ കണ്ണുകൾ ഒരു കടലാസിലുടക്കി. അതിൽ ബ്ലാക്ക് ബേർഡ് മൈൻസ് എന്നെഴുതിയിരുന്നു. ഈ പേര് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ചിന്ത വന്നു. കവിതയിൽ കറുത്ത പക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട്. റെക്സിന് ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന ഒരു ഖനി ബിസിനസ് ഉണ്ടായിരുന്നു എന്നത് വെറും യാദർച്ഛികതയായിരുന്നു. ഞാൻ ഉടൻ തന്നെ പേപ്പർ നീലിനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇത് വെറും കവിതയുടെ കളിയല്ല, മറിച്ച് ഒരു ഖനിയിലോ അതുമായി ബന്ധപ്പെട്ട പണത്തിലോ ആർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നിരിക്കാം. വൈകുന്നേരം ഞാൻ ലാൻസ്ലോട്ടിനെ പൂന്തോട്ടത്തിൽ നടക്കുന്നത് കണ്ടു. അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് നിന്റെ അച്ഛനോട് വെറുപ്പായിരുന്നോ? അവൻ ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ ഒരു വിറയലുണ്ടായിരുന്നു. വെറുപ്പ് ഒരു ചെറിയ വാക്കാണ് ആൻറ്റി. അദ്ദേഹം ഞങ്ങളുടെ ജീവിതം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നയിച്ചു. എന്നെ വിദേശത്തേക്ക് അയച്ചു, പിന്നെ പണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അമ്മയെ അദ്ദേഹം ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. അദ്ദേഹം 2ാമത് വിവാഹം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ അഹംഭാവത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഞാൻ ചോദിച്ചു, പക്ഷേ നിനക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിയുമായിരുന്നോ? ലാൻസ്ലോട്ട് എന്നെ ദേഷ്യത്തോടെ നോക്കി. ഇല്ല, എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ കൊല്ലുന്നത് എനിക്ക് കഴിയില്ല. പിന്നെ ഗ്ലാഡിസിനെ കൊല്ലുന്നതിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഞാൻ അവൻ്റെ മുഖം സൂക്ഷിച്ചു നോക്കി. ദേഷ്യത്തിലും അവൻ്റെ ഭാവങ്ങളിൽ സത്യസന്ധതയുണ്ടായിരുന്നു. അവൻ ശരിക്കും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. പക്ഷേ കൊലപാതകത്തിലേക്ക് പോയിട്ടുണ്ടാവില്ല. അവിടെ പെട്രീഷ്യ തുടർച്ചയായി അവളുടെ മുറിയിൽ അടച്ചിരിക്കുന്നു. ഒരു ദിവസം അവളൊരു പുസ്തകം വായിക്കുന്നത് ഞാൻ കണ്ടു.
പക്ഷെ അവളുടെ കണ്ണുകൾ പേജുകളിലായിരുന്നില്ല. ഞാൻ പതിയെ പറഞ്ഞു, മോളെ, ഇതെല്ലാം അവസാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ തല കുനിച്ചു. എനിക്കറിയില്ല ആൻറ്റി. അച്ഛൻ്റെ മരണശേഷം ഈ വീട് ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാനിവിടെ സുരക്ഷിതയല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകാം. പക്ഷേ പോകുന്നതിന് മുന്നേ സത്യം പറയണം. നീ അന്ന് എന്തോ കണ്ടിരുന്നു അല്ലേ? അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. അതെ, ഞാൻ കണ്ടിരുന്നു. അച്ഛന് ചായ കൊടുത്ത അതേ സമയം മറ്റൊരു കപ്പും വേറിട്ട് വച്ചിരുന്നു. അത് സാധാരണ കാര്യമാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അതിലായിരിക്കും വിഷമുണ്ടായിരുന്നത്. ആ കപ്പ് വേലക്കാരി വെച്ചതല്ല. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ആരാത് വച്ചത്? അവൾ പതിയെ പറഞ്ഞു. എനിക്ക് പൂർണ്ണമായും ഉറപ്പില്ല, പക്ഷേ അത് മറ്റൊരു സ്ത്രീയുടെ കൈയായിരുന്നു. ഒരുപക്ഷേ അഡ്ലൈഡിൻ്റെ. ഇത് കേട്ട് എൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടായി. അഡ്ലൈഡിനെ സംശയിക്കുന്നത് എളുപ്പമായിരുന്നു. അവൾ ചെറുപ്പവും സുന്ദരിയുമാണ്. അവളുടെ പ്രായമായ ഭർത്താവിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിരിക്കാം. പക്ഷെ അത്രയും കാരണം മാത്രം മതിയായിരുന്നോ? അവളാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ പിന്നെ എന്തിനു സ്വയം വിഷം കഴിക്കാൻ ശ്രമിച്ചു? ഇത് പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. അതേ രാത്രിയിൽ വീട്ടിൽ മറ്റൊരു സംഭവം നടന്നു. വേലക്കാരി മേരി നിലവിളിച്ചു. എല്ലാവരും ഓടിച്ചെന്നു. അവൾ പറഞ്ഞു, അവളുടെ മുറിയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പൂന്തോട്ടത്തിൽ ഒരു നിഴൽ കണ്ടെന്ന്. അത് കൊലയാളിയാണെന്ന് അവൾ വിശ്വസിച്ചു. പോലീസ് ഉടൻ തന്നെ പൂന്തോട്ടം മുഴുവനും പരിശോധിച്ചു. പക്ഷേ ആരെയും കണ്ടെത്തിയില്ല. ഒരു മരത്തടിയിൽ കുറച്ച് വിറൈവിത്തുകൾ വീണ് കിടക്കുന്നത് മാത്രം കണ്ടു. കൊലയാളി നമ്മളെ ഭയപ്പെടുത്താനും ആശയക്കുഴപ്പത്തിലാക്കാനും ശ്രമിക്കുകയാണെന്ന് ഇത് വ്യക്തമായ സൂചന നൽകി. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കിടക്കയിൽ കിടന്ന് കവിതയിലെ വരികൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സിംഗ് എ സോങ് ഓഫ് എ സിക്സ്പെൻസ്, എ പോക്കറ്റ് ഫുൾ ഓഫ് റൈ, 420 ബ്ലാക്ക് ബേർഡ്സ് ബോക്സ് ഇൻ എ പൈ. ഇതുവരെ 2 ഭാഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു, റൈയും ബ്ലാക്ക് ബേർഡ്സും. അടുത്ത ഭാഗം ദ ക്വീൻ ഈസ് ഇൻ ദ പാർലർ, ഈറ്റിംഗ് ബ്രെഡ് ആൻഡ് ഹണി. അഡ്ലൈഡിന് വിഷം നൽകാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടു. അതിനുശേഷം ദ മൈഡ് വാസ് ഇൻ ദ ഗാർഡൻ, ഹാങ്ങിങ് ഔട്ട് ദ ക്ലോത്ത്സ്. ഗ്ലാഡിസിന്റെ മരണം അതേ രീതിയിലായിരുന്നു. അപ്പോൾ കൊലയാളി കവിതയിലെ ഓരോ വരിയും സത്യമാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്, കവിതയിൽ ഇനി എന്താണ് വരുന്നത്? അത് ആർക്കാണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ സമയത്തിനിത് മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടുതൽ ആളുകൾ മരിക്കും. അടുത്ത ദിവസം രാവിലെ ഇൻസ്പെക്ടർ നീൽ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, മിസ് മാർപ്പിൾ, ഗ്ലാഡിസിന്റെ മുറി പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് അവളുടെ ഒരു കത്ത് കിട്ടി. അതിൽ ഫ്രാങ്ക് എന്ന പേരുള്ള ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ അവൻ അവളുടെ കാമുകനായിരിക്കാം. ഫ്രാങ്ക് അവളെ കൊണ്ടുപോകുമെന്ന് വാഗ്ദാനം ചെയ്തതായി അവൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ കൊലയാളി അവനായിരിക്കാൻ സാധ്യതയുണ്ടോ? നീൽ തലയാട്ടി. സാധ്യതയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പില്ല. ഗ്ലാഡിസ് ഒരു തെറ്റായ വ്യക്തിയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നെങ്കിൽ അത് അവൾക്ക് അപകടകരമായി മാറിയിരിക്കാം. ഞാൻ പതിയെ പറഞ്ഞു, അല്ലെങ്കിൽ ഇതെല്ലാം ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കും. യഥാർത്ഥ കളി ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നു. കൊലയാളി കവിതയുണ്ടാക്കുന്നത് ഭയമുണ്ടാക്കാൻ മാത്രമല്ല, കുടുംബത്തിനുള്ളിലെ ശത്രുതയും അത്യാഗ്രഹവും മറച്ചുവെക്കാനാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി തോന്നി. പക്ഷേ അത് ആരായിരുന്നു? കവിതയെ ഒരു ആയുധമാക്കാൻ മാത്രം ക്ഷമയും ബുദ്ധിയുമുള്ളത് ആർക്കാണ്? ഞാൻ തീരുമാനിച്ചു, ഞാൻ കുടുംബത്തിലെ ഓരോ അംഗത്തെയും കൂടുതൽ ആഴത്തിൽ നിരീക്ഷിക്കും. അവരുടെ ശീലങ്ങൾ, സംഭാഷണങ്ങൾ, മുഖഭാവങ്ങൾ എല്ലാം ഞാൻ ശ്രദ്ധയോടെ പരിശോധിക്കണം. കാരണം സത്യം എവിടെയോ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചേക്കാം. വീടിനുള്ളിലെ ഭയവും സംശയവും കൂടുതൽ ആഴത്തിലായി. എല്ലാവരും പരസ്പരം സംശയത്തോടെ നോക്കി. ഒരിക്കൽ ധനത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പ്രതീകമായിരുന്ന ഈ വീടിപ്പോൾ മരണത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും താവളമായി മാറിയിരിക്കുന്നു. അന്ന് ഞാൻ രാവിലെ ലൈബ്രറിയിലിരുന്ന് കവിതയിലെ വരികൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ദി കിങ് വാസ് ഇൻ ഹിസ് കൗണ്ടിങ് ഹൗസ് ഈസ് മണി. ദ ക്വീൻ വാസ് ഇൻ ദ പാർലർ, ഈറ്റിംഗ് ബ്രെഡ് ആൻഡ് ഹണി. ഈ വാക്കുകൾ വായിക്കുമ്പോൾ കൊലയാളി ഓരോ സൂചനയെയും അക്ഷരാർത്ഥത്തിൽ സത്യമാക്കുകയാണെന്ന് എനിക്ക് തോന്നി. റെക്സിനെ രാജാവായി കരുതി കൊന്നു. അഡ്ലൈഡിനെ രാജ്ഞിയായി കരുതി വിഷം നൽകാൻ ശ്രമിച്ചു. ഗ്ലാഡിസ് വേലക്കാരിയായിരുന്നു, അവളെയും കൊലപ്പെടുത്തി. പക്ഷേ കവിത മുന്നോട്ട് പോകുന്നു. അതിൽ കറുത്ത പക്ഷികളെയും വയ്യയെയും കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പാടുന്ന പക്ഷി. അവസാനം ഒരു വിചിത്രമായ വരി, ഡൗൺ കെയിം എ ബ്ലാക്ക് ബേർഡ് ആൻഡ് സ്നാപ്സ് ഓഫ് ഹെർ നോസ്. കൊലയാളി ശരിക്കും കവിതയെ പിന്തുടരുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ അപകടത്തിലാണെന്ന് ഞാൻ ചിന്തിച്ചു. ഇൻസ്പെക്ടർ നെയിൽ ലൈബ്രറിയിൽ വന്ന് എൻ്റെ മുന്നിലിരുന്നു. രാത്രി മുഴുവനും ഉറക്കമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ക്ഷീണിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിസ് മാർപ്പിൾ, ഞങ്ങൾ ഗ്ലാഡീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. അവൾ അനാഥയായിരുന്നു. ഇവിടെ കുറച്ച് വർഷങ്ങളായി ജോലി ചെയ്യുന്നു. അവൾ ഒരു പാവമാണ്. പക്ഷേ അവൾ ആരെയെങ്കിലും വിശ്വസിച്ച് കാണും. അയാൾ അവളെ കൊലപ്പെടുത്തിയതായിരിക്കാം. ഞാൻ പറഞ്ഞു,
ഗ്ലാഡിസ് ഒരു നിഷ്കളങ്കയായിരുന്നു, പക്ഷേ അവൾ കാണരുതാത്ത എന്തോ കണ്ടിരിക്കുന്നു. കൊലയാളി അവളെ കൊന്നത് അവൾ സത്യം പുറത്തു കൊണ്ടുവരാതിരിക്കാനാണ്. നീൽ തലയാട്ടി. അങ്ങനെയാവാം, പക്ഷേ ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകളില്ല. കുടുംബത്തിലെ ഓരോ അംഗത്തെയും സംശയിക്കുന്നുണ്ട്. ലാൻസ്ലോട്ടിന് അച്ഛനോട് വെറുപ്പായിരുന്നു. പാട്രീഷ ഭയത്തിലാണ് ജീവിക്കുന്നത്. അഡ്ലൈഡിൻ്റെ പങ്ക് ഇതുവരെ ഏറ്റവും സംശയാസ്പദമായി തോന്നുന്നു. ഞാൻ പതിയെ പറഞ്ഞു, വേലക്കാരെയും സംശയിക്കണം. ഈ വീട് പുറമെ എത്ര ഗംഭീരമാണോ, എന്നാൽ അകത്ത് അതിഭീകരമാണ്. അന്ന് വൈകുന്നേരം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരെയും ശ്രദ്ധയോടെ നോക്കി. ലാൻസ്ലോട്ട് വേഗത്തിൽ ഭക്ഷണം കഴിച്ചു. അവന് മറ്റെവിടേക്കോ പോകാനുള്ളതുപോലെ. പാട്രീഷ നിശബ്ദമായിരുന്നു. അവളുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് വാതിലിലേക്ക് പോയി. അഡ്ലൈഡ് നേരിയ പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു തണുത്ത തിളക്കമുണ്ട്. ഈ വീട്ടിലെ ഓരോ അംഗവും എന്തെങ്കിലും ഒരു ഭാരം പേറുന്നുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ചിലർ അത്യാഗ്രഹത്താൽ, ചിലർ ഭയത്താൽ, ചിലർ വെറുപ്പാൽ. ഈ ഭാവങ്ങളാണ് ഈ രഹസ്യത്തിൻ്റെ പേര്. രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ എൻ്റെ മുറിയിൽ നടക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്നും ഒരു നേരിയ ശബ്ദം കേട്ടു. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. നിലാവെളിച്ചത്തിൽ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗം വ്യക്തമായി കാണാം. അവിടെ ഒരു നിഴൽ പതുക്കെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വേലക്കാരനായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ആ രൂപം കുനിഞ്ഞ നിലത്തെന്തോ വിതറാൻ തുടങ്ങി. രാവിലെ കണ്ടതുപോലെ തിളക്കമുള്ള ചെറിയ വിത്തുകൾ, റൈ വിത്തുകൾ. എൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. കൊലയാളി വീണ്ടും കവിതയിലെ അടുത്ത ഭാഗം മെനയുകയാണ്. ഞാൻ ഉടൻ തന്നെ ഇൻസ്പെക്ടർ നീലിനെ വിളിച്ചു. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ആ രൂപം അപ്രത്യക്ഷമായിരുന്നു. പക്ഷേ നിലത്ത് റൈവിത്തുകൾ വ്യക്തമായി കിടന്നിരുന്നു. നീൽ ദേഷ്യത്തോടെ പറഞ്ഞു, അവൻ നമ്മളെ പറ്റിക്കുന്നു. എല്ലാ തവണയും അവൻ വിജയിക്കുന്നു. അടുത്ത ദിവസം രാവിലെ വീണ്ടും ബഹളമായി. വേലക്കാരൻ വന്ന് പറഞ്ഞു, പൂന്തോട്ടത്തിൽ ഒരു ഭാഗത്ത് രക്തക്കറകൾ കണ്ടെന്ന്. ഞങ്ങൾ എല്ലാവരും അവിടേക്ക് പോയി. പുല്ലിൽ രക്തക്കറകളുണ്ടായിരുന്നു. അടുത്തൊരു തൂവാലയും കിടന്നിരുന്നു. അത് അഡ്ലൈഡിൻ്റെ തൂവാലയായിരുന്നു. നീൽ ഉടൻ ചോദിച്ചു, ഇനി അഡ്ലൈഡാണോ കൊലയാളി? ഞാൻ തൂവാല എടുത്തു നോക്കി. അത് നനഞ്ഞിരുന്നു, മനഃപൂർവ്വം കഴുകിയതുപോലെ. ഞാൻ പതിയെ പറഞ്ഞു, നമ്മൾ തിടുക്കം കാണിക്കരുത്. ചിലപ്പോൾ കൊലയാളികൾ മറ്റുള്ളവരെ സംശയിപ്പിക്കാൻ തെളിവുകൾ ഉപേക്ഷിക്കും. ഉച്ചയോടെ ഈ വാർത്ത വീട് മുഴുവനും പരന്നു. അഡ്ലൈഡ് ദേഷ്യത്തോടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, ഇതെല്ലാം നുണയാണ്. ആരോ എന്നെ കുടുക്കാൻ ശ്രമിക്കുന്നത്. ലാൻസ്ലോട്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ സത്യം ഇതാണ്. നിങ്ങൾ അച്ഛനെ കൊന്നു, ഇപ്പോൾ ഞങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നു. പാട്രീഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മതിയാക്കൂ. നമ്മളെല്ലാവരും സംശയിക്കപ്പെടുന്നു. പക്ഷെ ആരാണ് കൊലയാളി? ആ സത്യം പുറത്തു വരണം. അന്ന് രാത്രി ഞാൻ ഏറെ നേരം ഉറങ്ങാതെ കിടന്നു. കവിതയിലെ അവസാന വരികൾ ആരെയായിരിക്കും ലക്ഷ്യമിടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ദ മെയ്ഡ് വാസ് ഇൻ ദ ഗാർഡൻ. അത് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കറുത്ത പക്ഷി ഒരാളുടെ മൂക്ക് കൊത്തിക്കളയുന്ന വരിയാണ്. ഇതിനർത്ഥം ഒരുപക്ഷേ ആരെങ്കിലും പെട്ടെന്ന് ആക്രമിക്കപ്പെടുമെന്ന് ഞാൻ കരുതി. അടുത്ത ദിവസം രാവിലെ നമുക്ക് വീണ്ടും ആരുടെയെങ്കിലും നിലവിളി കേൾക്കാം. സത്യം അങ്ങനെ തന്നെ സംഭവിച്ചു. നേരം വെളുത്തപ്പോൾ വീട്ടിൽ ബഹളമായി. വേലക്കാരി മേരി നിലവിളിച്ചുകൊണ്ട് വന്നു, മേഡം, പാട്രീഷ ആക്രമിക്കപ്പെട്ടു. ഞങ്ങളെല്ലാവരും അവളുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു. പാട്രീഷ നിലത്ത് വീണ് കിടക്കുകയാണ്. അവളുടെ മുഖത്ത് ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. മൂർച്ചയുള്ള എന്തോ കൊണ്ട് ആക്രമിച്ചതുപോലെ. അവൾ ജീവനോടെയുണ്ട്, പക്ഷേ പരിക്കേറ്റിരുന്നു. ഞാൻ വിറയലോടെ പറഞ്ഞു, കവിതയിലെ അടുത്ത വരി, ഈ ആക്രമണം അതിൻ്റെ ഭാഗമാണ്. ഇൻസ്പെക്ടർ നീല് പല്ലിറുമ്മിക്കൊണ്ട് പറഞ്ഞു, ഇനി മതി. നമ്മൾ കൊലയാളിയെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ പരമ്പര അവസാനിക്കില്ല. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കൊലയാളി ഇവിടെയുണ്ട് ഇൻസ്പെക്ടർ. നമ്മൾ ശരിയായ നൂൽ കണ്ടെത്തിയാൽ മതി. ആ നൂലിപ്പോൾ നമ്മുടെ കൈകളിൽ എത്താൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പാട്രീഷയ്ക്ക് നേരെയുണ്ടായ ആക്രമണം ഈ വീടിനെ കൂടുതൽ ഭാരമുള്ളതും ഭയാനകവുമാക്കി. അവൾക്ക് ജീവനുണ്ടായിരുന്നു, പക്ഷെ അവളുടെ മുഖത്ത് ആഴത്തിലുള്ള മുറിവുകളുണ്ടായി. ഡോക്ടറെ വിളിച്ചു വരുത്തി. പരിക്ക് മാരകമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആക്രമണം വളരെ അടുത്തും അപകടകരമായ രീതിയിലുമായിരുന്നു. കൃത്യസമയത്ത് സഹായം ലഭിച്ചില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു എന്നത് വ്യക്തമായിരുന്നു. ഞാൻ പാട്രീഷയുടെ കൈപിടിച്ചു. പതിയെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവൾ വിറയ്ക്കുന്നുണ്ട്, കണ്ണുകളിൽ കണ്ണുനീരുണ്ട്. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ഇരുട്ടിൽ ഒരാളെ കണ്ടിരുന്നു. അവൻ്റെ കയ്യിൽ മൂർച്ചയുള്ള എന്തോ ഉണ്ടായിരുന്നു. ഞാൻ വീണു. പെട്ടെന്ന് മുഖത്താക്രമിച്ചു. പക്ഷെ ഇരുട്ടായതുകൊണ്ട് അത് ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇൻസ്പെക്ടർ നീലും മുറിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദീർഘനിശ്വാസമെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനർത്ഥം കൊലയാളി ഇപ്പോൾ പാട്രീഷയെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അവൾ കൊലയാളിക്ക് അപകടമാകുന്ന എന്തോ ഒന്ന് കണ്ടിരിക്കണം. ഞാൻ പാട്രീഷയോട് ചോദിച്ചു, പ്രധാനപ്പെട്ട എന്തെങ്കിലും നീ അടുത്തിടെ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അവൾ കുറച്ചു നേരം നിശബ്ദയായി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരിക്കൽ അച്ഛനും ലാൻസ്ലോട്ടും തമ്മിലുള്ള തർക്കം കേട്ടിരുന്നു. ലാൻസ് എന്തെങ്കിലും ചെയ്താൽ അവനോട് ക്ഷമിക്കില്ലെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ലാൻസ്ലോട്ട് ദേഷ്യത്തോടെ പോയി. അതിനുശേഷം അച്ഛൻ വളരെ അസ്വസ്ഥനായിരുന്നു. നീൽ ഉടൻ തന്നെ ലാൻസ്ലോട്ടിനെ വിളിപ്പിച്ചു.
അവൻ വന്നപ്പോൾ അവൻ്റെ മുഖത്തെ ദേഷ്യം വ്യക്തമായിരുന്നു. അവൻ പറഞ്ഞു, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? എപ്പോഴും എന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നു. നീൽ ദേഷ്യത്തോടെ പറഞ്ഞു, നിന്റെയും അച്ഛൻ്റെയും വഴക്കിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. കൊല നടന്ന രാത്രി നീ എവിടെയായിരുന്നു എന്നതിന് നിനക്ക് വ്യക്തമായ ഒരു കാരണം പറയാനില്ല. ലാൻസിലോട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കാരണം ഇതാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ഞാൻ നേരെ കാര്യം ചെയ്യും. ഞാനെന്തിനാണ് പിന്നെ വീട്ടിലേക്ക് മടങ്ങി വന്നത്? ഇവിടെ താമസിച്ചാൽ എനിക്കൊന്നും കിട്ടില്ല. അവൻ്റെ ശബ്ദത്തിൽ വാശിയും നിരാശയും കലർന്നിരുന്നു. ഞാൻ അവൻ്റെ മുഖം സൂക്ഷിച്ചു നോക്കി. ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ഒരു യഥാർത്ഥ കൊലയാളിയിലുള്ള ആ തണുത്ത നുണയുടെ പാളി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. വൈകുന്നേരമായപ്പോൾ വീട്ടിൽ നിശബ്ദത തളം കെട്ടി. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. ഇതുവരെ നടന്ന സംഭവങ്ങൾ കവിതയിലെ വരികളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഈ കളിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത്യാഗ്രഹമോ പ്രതികാരമോ, അതോ രണ്ടും? ഈ രഹസ്യത്തിന്റെ പേര് റെക്സിന്റെ പണത്തിലും വിൽപത്രത്തിലും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. ശരിയായ വിൽപത്രം ലഭിച്ചാൽ സത്യം പുറത്തു വരും. ഞാൻ ഈ കാര്യം നീലിനോട് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. വിൽപത്രം തിരയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ കാര്യമായ ഫലമൊന്നും ലഭിച്ചിട്ടില്ല. അടുത്ത ദിവസം വിചിത്രമായൊരു സംഭവം നടന്നു. അടുക്കളയിൽ ആരോ പഞ്ചസാര പാത്രത്തിൽ പൊടി കലർത്തിയിരിക്കുന്നു. പരിശോധനയിൽ അത് വിഷമുള്ള ഒരു പദാർത്ഥമാണെന്ന് കണ്ടെത്തി. ഭാഗ്യത്തിനിത് കൃത്യസമയത്ത് മനസ്സിലായി. അല്ലെങ്കിൽ എല്ലാവർക്കും അപകടം സംഭവിക്കുമായിരുന്നു. ഇത്തവണ സംശയം കൂടുതൽ ആഴത്തിലായി. അട്ലൈഡ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, ആരോ നമ്മളെ ഓരോരുത്തരെയും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നപ്പോൾ വ്യക്തമായി. എനിക്ക് ഈ വീട്ടിൽ ഇനി താമസിക്കാൻ കഴിയില്ല. ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ അസ്വസ്ഥതയുണ്ടെങ്കിലും ആ ഭയം യഥാർത്ഥമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. അവൾ അഭിനയിക്കുന്നു എന്നൊരു തോന്നൽ. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ പതുക്കെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. കൊലയാളി ഇടയ്ക്കിടെ പൂന്തോട്ടത്തിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ഷോൾ പുതച്ച് പൂന്തോട്ടത്തിലേക്ക് നീങ്ങി. നിലാവെളിച്ചം നേരിയതായിരുന്നു. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ നേരിയൊരു ശബ്ദം കേട്ടു. ഞാനൊരു കുറ്റിക്കാടിൻ്റെ ഇടയിൽ നിന്ന് നോക്കി. അവിടെ ഒരാൾ കുനിഞ്ഞു മണ്ണ് കുഴിക്കുന്നു. ഞാൻ ശ്രദ്ധയോടെ നോക്കി. അത് ലാൻസ്ലോട്ടായിരുന്നു. ഞാൻ ഉറക്കെ പറഞ്ഞു, നിർത്തൂ. അവൻ ഞെട്ടി എഴുന്നേറ്റു. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു. നീലും 2 പോലീസുകാരും എൻ്റെ പിന്നിലുണ്ടായിരുന്നു. നീൽ പെട്ടി പിടിച്ചു വാങ്ങി. അത് തുറന്നു. അതിൽ ആഭരണങ്ങളും ചില പേപ്പർ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. നീൽ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് നിന്റെ രഹസ്യം? നീ ഇതെല്ലാം ഒളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ലാൻസോട്ട് പരിഭ്രമിച്ചു പറഞ്ഞു, ഇല്ല, ഇത് സത്യമല്ല. ഞാനിത് അവിടെ കണ്ടെത്തിയതാണ്. അച്ഛൻ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ കൊലയാളിയല്ല. പെട്ടെന്ന് നീൽ പറഞ്ഞു, പക്ഷേ നിന്റെ സമയവും സ്ഥലവും നിന്നെ കുറ്റവാളിയാക്കിയിരിക്കുന്നു. ഞാൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, ഇൻസ്പെക്ടർ നിൽക്കൂ. നമ്മൾ തിടുക്കം കാണിക്കരുത്. ലാൻസ്ലോട്ടിന്റെ പ്രവൃത്തികൾ വിചിത്രമാണ്. പക്ഷേ അവൻ സത്യം പറയുകയായിരിക്കും. നമ്മൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കണം. ലാൻസ്ലോട്ടിനെ തൽക്കാലം കസ്റ്റഡിയിലെടുത്തു. തെളിവുകൾ അവനിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പക്ഷെ എന്തോ ഒന്ന് പൊരുത്തപ്പെടുന്നില്ല. രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ആ കവിതയിലെ വരികൾ വീണ്ടും വീണ്ടും ഓർമ്മ വന്നു. സിംഗ് എ സോങ് ഓഫ് 6 pence. എന്തിനാണ് കൊലയാളി ഇത് തിരഞ്ഞെടുത്തത്? ഇതൊരു കളി മാത്രമാണോ? അതോ ഇതിൻ്റെ പിന്നിൽ ഒരു സ്വകാര്യ കഥയുണ്ടോ? അപ്പോൾ എനിക്കൊരു ചെറിയ കാര്യം ഓർമ്മ വന്നു. ഗ്ലാഡിസ്, ആ നിഷ്കളങ്കമായ വേലക്കാരി, തനിക്ക് പക്ഷികളെ, പ്രത്യേകിച്ച് കറുത്ത പക്ഷികളെ വളരെ ഭയമാണെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. കവിതയിൽ വീണ്ടും വീണ്ടും കറുത്ത പക്ഷികളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം കൊലയാളി തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ ഗ്ലാഡിസും കൊലയാളിയും തമ്മിൽ ആരും അറിയാത്തൊരു രഹസ്യമുണ്ടായിരുന്നിരിക്കാം. ആ നിമിഷം എനിക്ക് തോന്നി, ഈ രഹസ്യത്തിൻ്റെ നൂൽ എൻ്റെ കൈകളിൽ എത്താൻ പോവുകയാണെന്ന്. ലാൻസ്ലോട്ടിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം വീടിനുള്ളിൽ ഒരു കനത്ത നിശബ്ദത തളം കെട്ടി. ഒരുപക്ഷെ രഹസ്യം തെളിഞ്ഞുവെന്ന് എല്ലാവരും കരുതി. പക്ഷെ എൻ്റെ മനസ്സിലെ ആ ബുദ്ധിമുട്ട് തുടർന്നു. യഥാർത്ഥ കുറ്റവാളി മിക്കപ്പോഴും ആദ്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന ആളായിരിക്കില്ലെന്ന് എൻ്റെ നീണ്ട അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. പാട്രീഷ പതുക്കെ സുഖം പ്രാപിച്ചു വരികയാണ്. പക്ഷെ അവളുടെ മുഖം ഇപ്പോഴും ബാൻഡേജ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഞാൻ അവളുടെ മുറിയിലേക്ക് ചെന്നു. അവൾ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, ലാൻസ്ലോട്ടിനെ ജയിലിൽ കൊണ്ടുപോയെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം അവസാനിച്ചിട്ടുണ്ടാകും. പക്ഷേ എനിക്കെന്തുകൊണ്ടോ ഇപ്പോഴും ഭയമാണ്. അപകടം ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ചിലപ്പോൾ അപകടം നമ്മൾ ഏറ്റവും കുറവ് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്നും വരും. അന്ന് വൈകുന്നേരം ഇൻസ്പെക്ടർ നീലനെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആശങ്കയുടെ രേഖകളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിസ് മാർപ്പിൾ, ലാൻസ്ലോട്ട് കുറ്റവാളിയാണെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ തെളിവുകൾ ഇപ്പോഴും അപൂർണമാണ്. ആ പെട്ടിയും പേപ്പറുകളും അവനെ കൊടുക്കും. പക്ഷെ അവനാണ് കൊലയാളിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞു, ഇൻസ്പെക്ടർ, എനിക്ക് തോന്നുന്നു നമ്മൾ ഗ്ലാഡിസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നാണ്. അവൾ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ അവളുടെ മരണം ഈ കളിയുടെ യഥാർത്ഥ താക്കോലാണ്.
അവൾ എന്തോ ഒന്ന് കണ്ടു. അവൾ സത്യം പറയുമെന്ന് കൊലയാളി ഭയന്നു. നീൽ തലയാട്ടി. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ഞങ്ങൾ അവളുടെ പഴയ രേഖകളെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ കാര്യമായൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, കൊലയാളി കവിതയിലെ സൂചനകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് യാദൃച്ഛികമാകാൻ വഴിയില്ല. ഇതിനർത്ഥം അവൻ്റെ മനസ്സിൽ ഈ കവിത ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നാണ്. അത് കേട്ട് നീൽ ചോദിച്ചു, പക്ഷെ എന്തിന്? കവിതയ്ക്ക് കൊലപാതകവുമായി എന്ത് ബന്ധം? ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഇത് കൊലയാളിയുടെ ഭൂതകാലവുമായി ബന്ധപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ കവിത മനസ്സിലാക്കുന്ന ഒരാളെ ഭീഷണിപ്പെടുത്താൻ അവൻ ഈ വഴി തിരഞ്ഞെടുത്തതായിരിക്കാം. അടുത്ത ദിവസം രാവിലെ ഞാൻ വീട്ടിലെ ലൈബ്രറിയിൽ പോയി പുസ്തക ഷെൽഫുകൾ പരിശോധിക്കാൻ തുടങ്ങി. അവിടെ പഴയ കുട്ടികളുടെ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്നിൽ അതേ കവിത അടിച്ചിരിക്കുന്നു, സിംഗ് എ സോങ് ഓഫ് സിക്സ്പെൻസ്. ആ പുസ്തകത്തിൻ്റെ അരികിൽ ആരോ വർഷങ്ങൾക്ക് മുമ്പ് പെൻസിൽ കൊണ്ട് ചെറിയ അടയാളങ്ങൾ ഇട്ടിരുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഈ അടയാളങ്ങൾ രാജ്ഞി, വേലക്കാരി, കറുത്ത പക്ഷികൾ എന്നിവയെക്കുറിച്ച് പറയുന്ന ഭാഗത്തായിരുന്നു. ഇതാരോ ഈ കവിതയ്ക്ക് വളരെ മുമ്പ് തന്നെ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് തോന്നി. അതേസമയം ഞാൻ കാൽപെരുമാറ്റം കേട്ടു. ഞാൻ വേഗത്തിൽ പുസ്തകം തിരികെ വെച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അഡ്ലൈഡ് അവിടെ നിൽക്കുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കും കുട്ടികളുടെ പുസ്തകങ്ങളിൽ താല്പര്യമുണ്ടോ മിസ് മാർപ്പിൾ? അത് പറഞ്ഞപ്പോൾ അവളുടെ പുഞ്ചിരിയിൽ ഒരുതരം വിചിത്രമായ തണുപ്പുണ്ടായിരുന്നു. ഞാനത് മുഖത്ത് കാണിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, അതെ, പഴയ പുസ്തകങ്ങൾ ചിലപ്പോൾ പഴയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താറുണ്ട്. അഡ്ലൈഡ് കൂടുതലൊന്നും പറയാതെ പോയി. പക്ഷെ എൻ്റെ മനസ്സിലെ സംശയം കൂടുതൽ ആഴത്തിലായി. അന്ന് രാത്രി പെട്ടെന്ന് ബഹളമുണ്ടായി. ഒരു വേലക്കാരൻ ഓടി വന്ന് പറഞ്ഞു, മേഡം, ആരോ വീണ്ടും പൂന്തോട്ടത്തിൽ റെയ്വിത്തുകൾ വിതറിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും പുറത്തേക്ക് പോയി. നിലാവെളിച്ചത്തിൽ പൂന്തോട്ടത്തിലെ മണ്ണിൽ പുതിയ റെയ്വിത്തുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ നീൽ ദേഷ്യത്തോടെ പറഞ്ഞു, ആരോ നമ്മളെ ഭ്രാന്താക്കാൻ ശ്രമിക്കുന്നു. ലാൻസ്ലോട്ട് ജയിലിലാണ്. ഇതാരാണ് ചെയ്തത്? എൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ ഒരു ചിന്ത മിന്നി. ഇതാണ് തെളിവ്. യഥാർത്ഥ കൊലയാളി മറ്റൊരാളാണ്. രാവിലെ ഞാൻ നീലിനോട് പറഞ്ഞു, നമ്മൾ വീണ്ടും എല്ലാവരെയും ഒരുമിച്ച് വിളിക്കണം. യഥാർത്ഥ കൊലയാളി ഇപ്പോൾ വളരെ അടുത്താണ്. പ്രഭാത ഭക്ഷണ സമയത്ത് എല്ലാവരും ഒരുമിച്ചു. ഞാൻ പതിയെ എല്ലാവരെയും നോക്കാൻ തുടങ്ങി. പാട്രീഷ്യ ഇപ്പോഴും ദുർബലയാണ്. ലാൻസ്ലോപ്പ് ജയിലിലും. അഡ്ലൈഡ് വളരെ ജാഗ്രതയോടെ കാണപ്പെട്ടു. മറ്റു വേലക്കാർ ഭയന്ന് നിന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രി പൂന്തോട്ടത്തിൽ വീണ്ടും റെയ്വത്തുകൾ കണ്ടെത്തി. ഇതിനർത്ഥം കൊലയാളി ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അതാരാണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി. മുറിയിൽ നിശബ്ദത തളം കെട്ടി. എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ പതിയെ പറഞ്ഞു, കൊലയാളി നമ്മളെ ഏറ്റവും കുറവ് സംശയിക്കുന്ന ആളാണ്. അവൻ തന്ത്രപരമായി എല്ലാവരെയും കുടുക്കാൻ ശ്രമിക്കുന്നു. അവൻ തൻ്റെ കുറ്റകൃത്യങ്ങൾക്ക് കവിതയെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. പക്ഷെ അവൻ്റെ ഏറ്റവും വലിയ തെറ്റ്, എല്ലാവരും ഈ കവിതയെ ഒരു കുട്ടിക്കളിയായി കാണുമെന്ന് അവൻ കരുതി. യഥാർത്ഥത്തിൽ അവൻ സ്വയം കുഴി തോണ്ടുകയായിരുന്നു. നീൽ ആകാംക്ഷയോടെ ചോദിച്ചു, എങ്കിൽ പറയൂ, നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ഞാനൊരു ദീർഘനിശ്വാസമെടുത്തു. എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇല്ല ഇൻസ്പെക്ടർ, ഇപ്പോഴല്ല, കുറച്ചുകൂടി ക്ഷമിക്കൂ. കൊലയാളി ഉടൻ തന്നെ സ്വന്തം മുഖം വെളിപ്പെടുത്തും. അഡ്ലൈഡിൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം വിചിത്രമായൊരു തിളക്കം വന്നു. അവൾക്ക് ഭയമുള്ളതുപോലെ. അത് കണ്ട ഞാൻ മനസ്സിൽ പറഞ്ഞു, കളി അവസാനിക്കാൻ പോകുന്നു. ആ രാവിലെ വീട്ടിലെ അന്തരീക്ഷം വല്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ നേരെയായിരുന്നു. ഞാൻ ഉടൻ തന്നെ കൊലയാളിയുടെ പേര് പറയുമെന്നതുപോലെ. പക്ഷേ ഞാൻ മനഃപൂർവ്വം നിശബ്ദത പാലിച്ചു. കൊലയാളി ഇപ്പോഴും നമ്മൾ ഇരുട്ടിലാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവൻ ഉടൻ തന്നെ മറ്റൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു. പാട്രീഷ്യയ്ക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഭേദമായി തോന്നി. അവളൊരു കസാരയിലേക്കിരുന്നു. പക്ഷെ അവളുടെ മുഖത്ത് ഭയം വ്യക്തമായി. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു, മിസ് മാർപ്പിൾ, അപകടം അവസാനിച്ചിട്ടില്ലെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. നിങ്ങൾക്ക് സത്യം അറിയാമല്ലോ. ദയവായി എന്നെ രക്ഷിക്കൂ. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സത്യം വളരെ വേഗം പുറത്തു വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇൻസ്പെക്ടർ നീല് അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മിസ് മാർപ്പിൾ, നമ്മൾ വേഗം നടപടിയെടുക്കണം. ആളുകൾ വീണ്ടും വീണ്ടും മരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നു. നമ്മൾ വൈകിയാൽ കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ഞാൻ പറഞ്ഞു, അതെ, ശരിയായ സമയത്ത് ശരിയായ നീക്കം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തെറ്റായ ഒരാളെ പിടികൂടും. യഥാർത്ഥ കൊലയാളി രക്ഷപ്പെടും. അന്ന് ഞാൻ വേലക്കാരുമായി സംസാരിച്ചു. എല്ലാവരും ഭയന്ന് വിറച്ചിരുന്നു, പ്രത്യേകിച്ച് മേരി. അവൾ രാത്രിയിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് വീണ്ടും വീണ്ടും പറയാറുണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു, എന്ത് ശബ്ദങ്ങൾ? അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു, ആരോ പൂന്തോട്ടത്തിൽ മൂളുന്ന പോലെ. ആരോ പതിഞ്ഞ ശബ്ദത്തിൽ ഒരു പാട്ട് പാടുന്നു, കുട്ടികളുടെ ഒരു പാട്ട് പോലെ. എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. അതെ, കവിതയായിരിക്കും. കൊലയാളി ഒരുപക്ഷെ അവൻ്റെ കുറ്റകൃത്യങ്ങൾ ആസ്വദിക്കുകയും രാത്രിയിൽ സ്വയം കവിത പാടുകയും ചെയ്യുന്നു. അന്ന് വൈകുന്നേരം ഞാനൊരു പദ്ധതി തയ്യാറാക്കി. ഇൻസ്പെക്ടർ നീലിനോട് വീട് മുഴുവനും നിരീക്ഷിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. അതും ആരും അറിയാതെ. രാത്രിയിൽ ഞാൻ പൂന്തോട്ടത്തിൽ പോകാൻ തീരുമാനിച്ചു. കൊലയാളി വീണ്ടും പുറത്തു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
രാത്രി ഇരുട്ടിലായി. എല്ലാവരുടെയും മുറികൾ ഇരുട്ടിൽ മുങ്ങി. ഞാൻ നിശബ്ദമായി പുറത്തിറങ്ങി. പൂന്തോട്ടത്തിൽ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഞാൻ കുറ്റിക്കാടുകൾക്ക് പിന്നിൽ ഒരു സ്ഥാനം പിടിച്ച് കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാൽപെരുമാറ്റം കേട്ടു. ഒരാൾ പതിയെ പൂന്തോട്ടത്തിലേക്ക് വന്നു. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നു. അവൻ കുനിഞ്ഞ് നിലത്ത് വീണ്ടും റെയ്വത്തുകൾ വിതറാൻ തുടങ്ങി. നിലാവെളിച്ചത്തിൽ അവൻ്റെ മുഖം വ്യക്തമായി കണ്ടു. അത് അഡ്ലെയ്ഡായിരുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. എൻ്റെ സംശയം ശരിയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായി. അവൾ ചുറ്റും നോക്കി. എന്നിട്ട് ബാഗിൽ നിന്നും ഒരു ചെറിയ കുപ്പിയെടുത്ത് മണ്ണിലൊഴിച്ചു. ഒരുപക്ഷെ അത് വിഷമായിരിക്കും. ഞാനുടനെ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു, അഡ്ലെയ്ഡ്. അവൾ ഞെട്ടി. അവളുടെ കയ്യിൽ നിന്നും കുപ്പി താഴെ വീണു. അപ്പോൾ തന്നെ ഇൻസ്പെക്ടർ നീലും 2 പോലീസുകാരും ഓടി വന്നു. അവർ അഡ്ലെയ്ഡിനെ പിടികൂടി. അഡ്ലെയ്ഡിന്റെ മുഖം ഒരു നിമിഷം കടുത്തു. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എന്നെ പിടികൂടിയല്ലേ മിസ് മാർപ്പിൾ? നിങ്ങളാണ് ഏറ്റവും അപകടകാരിയെന്ന് ഞാൻ കരുതി. നിങ്ങളുടെ കണ്ണുകളെല്ലാം കാണുന്നു. നീൽ ദേഷ്യത്തോടെ പറഞ്ഞു, നീ റെക്സിനെ കൊന്നു, ഗ്ലാഡിസിനെ കൊന്നു, പാട്രീഷ്യയെ ആക്രമിച്ചു. എല്ലാ തെളിവുകളും നിനക്കെതിരാണ്. അഡ്ലെയ്ഡ് വല്ലാത്ത രീതിയിലൊന്ന് ചിരിച്ചു. അതെ, ഞാൻ തന്നെയാണ് ചെയ്തത്. റെക്സ് എൻ്റെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സമായിരുന്നു. അവനൊരു അത്യാഗ്രഹിയാണ്. അവൻ്റെ മരണശേഷം എനിക്കെല്ലാം നേടാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആ വിഡ്ഢിയായ ഗ്ലാഡിസ്, അവൾ എന്നെ കണ്ടു. അതുകൊണ്ട് അവളും പോകേണ്ടി വന്നു. പിന്നെ പാട്രീഷ്യ, അവൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഞാൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ തെറ്റ് നീ നിന്റെ കുറ്റകൃത്യങ്ങൾക്ക് കവിതയെ ഒരു മറയാക്കി ഉപയോഗിച്ചു എന്നതാണ്. ഇതെല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കുമെന്ന് നീ കരുതി. പക്ഷേ കവിത നിന്നെ തന്നെ തുറന്നു കാണിക്കുമെന്ന് നീ മറന്നുപോയി. അഡ്ലെയ്ഡ് എന്നെ തുറച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണിത് മനസ്സിലായത്? ഞാൻ പറഞ്ഞു, കവിതയെക്കുറിച്ച് പ്രത്യേക താല്പര്യമുള്ള ഒരാൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ ലൈബ്രറിയിൽ പഴയ അടയാളങ്ങളുള്ള ഒരു കുട്ടിയുടെ പുസ്തകം കണ്ടിരുന്നു. ആ പുസ്തകം നിങ്ങളുടേതായിരുന്നു. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അതിൽ അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം പൂന്തോട്ടത്തിൽ റെയ്വത്തുകൾ വിതറിയപ്പോൾ ലാൻസ്ലോട്ടല്ല, നിങ്ങളാണ് യഥാർത്ഥ കൊലയാളിയെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ട് അഡ്ലെയ്ഡ് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കാൻ കഴിയുമായിരുന്നു. നീൽ ഉടൻ തന്നെ ഉത്തരവിട്ടു, അവളെ കൈവിലങ്ങ് വയ്ക്കൂ. അഡ്ലെയ്ഡിനെ കൊണ്ടുപോയപ്പോൾ വീട്ടിലൊരു നീണ്ട നിശബ്ദത തളം കെട്ടി. എല്ലാവരും ആശ്വാസത്തോടെ ശ്വാസമെടുക്കുന്നത് പോലെ തോന്നി. പാട്രീഷ്യയുടെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അപ്പോൾ ഇതെല്ലാം അവളുടെ കളിയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, കൊലയാളിയുടെ മുഖം മിക്കപ്പോഴും ഏറ്റവും തിളക്കമുള്ളതായി കാണുന്നതാണ്. നമ്മൾ എപ്പോഴും ആഴത്തിൽ നോക്കണം. അഡ്ലെയ്ഡിനെ പോലീസ് പിടിച്ച് വീട്ടിൽ നിന്നും കൊണ്ടുപോയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആശ്ചര്യവും ഭയവും അതോടൊപ്പം ആശ്വാസവും ഉണ്ടായിരുന്നു. ഇത്രയും നാൾ നിശബ്ദ സാക്ഷികളായി നിന്ന ആ വീടിൻ്റെ ചുവരുകൾക്കിപ്പോൾ സമാധാനത്തോടെ ശ്വാസമെടുക്കാൻ കഴിയുന്നത് പോലെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കഥ അവസാനിച്ചിരുന്നില്ല. ഒരു കുറ്റവാളിയെ പിടികൂടുക എന്നത് മാത്രമല്ല, ഒരു കുറ്റകൃത്യത്തിൻ്റെ സത്യമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അവരെന്തിനാണിത് ചെയ്തത്? അവരുടെ കളി ഇവിടെ അവസാനിച്ചോ, അതോ അതിനു പിന്നിൽ കൂടുതൽ ആഴത്തിലുള്ള നൂലുകളുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. അടുത്ത ദിവസം രാവിലെ ഇൻസ്പെക്ടർ നീലൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, മിസ് മാർപ്പിൾ, ഞങ്ങൾ അഡ്ലെയ്ഡിനെ ചോദ്യം ചെയ്തു. അവൾ റെക്സിനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നും ഗ്ലാഡിസിനെ ഇല്ലാതാക്കിയെന്നും സമ്മതിച്ചു. പക്ഷെ അവൾ എന്തിനാണ് ഇതെല്ലാം ഈ വിചിത്രമായ രീതിയിൽ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. കവിത, റെയ്വത്തുകൾ, ഇതെല്ലാം എന്തിനായിരുന്നു? ഞാൻ പറഞ്ഞു, ഇൻസ്പെക്ടർ, അഡ്ലെയ്ഡ് വളരെ തന്ത്രശാലിയായിരുന്നു. നേരിട്ട് കൊലപാതകം നടത്തിയാൽ സംശയം വേഗം അവളുടെ നേരെ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ കവിതയുടെ സഹായം തേടിയത്. ഓരോ കൊലപാതകവും ഒരു പഴയ കവിതയുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നിച്ചാൽ ആളുകൾ ഏതെങ്കിലും ഭ്രാന്തന്റെ പ്രവൃത്തിയായി കരുതുകയോ കുടുംബ വഴക്കിന്റെ ഫലമായി കരുതുകയോ ചെയ്യുമെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ അവളുടെ പേര് രക്ഷിക്കാമെന്ന് അവൾ കരുതി. നീൽ പറഞ്ഞു, പക്ഷേ അവൾ എന്തിനാണ് റെക്സിനെ കൊന്നത്? വെറും അത്യാഗ്രഹത്തിന് വേണ്ടിയായിരുന്നു. ഞാനൊരു ദീർഘ നിശ്വാസം എടുത്തു പറഞ്ഞു, അത്യാഗ്രഹവും വെറുപ്പും. റെക്സ് ധനികനായിരുന്നു, പക്ഷേ നിർദ്ദയനും. അഡ്ലെയ്ഡ് അവനെ വിവാഹം കഴിച്ചത് പണത്തിനും പ്രതാപത്തിനും വേണ്ടിയായിരുന്നു. പക്ഷേ റെക്സ് അവളെ ഒരിക്കലും ബഹുമാനിച്ചിരുന്നില്ല. അവൻ അവളെ വീണ്ടും വീണ്ടും അപമാനിച്ചു. പതിയെ റെക്സ് ഇല്ലാതായാൽ എല്ലാ പണവും തൻ്റെ കയ്യിൽ വരുമെന്ന് അവളുടെ മനസ്സിൽ തോന്നി. ഇതാണ് അവളുടെ കുറ്റകൃത്യത്തിൻ്റെ പേര്. നീൽ നോട്ട്ബുക്കിൽ കുറിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ഗ്ലാഡിസിനെ എന്തിനു കൊന്നു? അത് കേട്ടപ്പോൾ ഞാൻ ദുഃഖത്തിലായി. പാവം ഗ്ലാഡിസ്, അവൾ നിഷ്കളങ്കയായിരുന്നു. കൊലപാതകം നടന്ന രാത്രിയിൽ അവൾ എന്തോ കണ്ടിരുന്നു. ഒരുപക്ഷെ അഡ്ലെയ്ഡ് അടുക്കളയിൽ വിഷം കലർത്തുന്നതോ അല്ലെങ്കിൽ റെയ്വത്തുകൾ വെക്കുന്നതോ. ഗ്ലാഡിസിന് ഭയം കാരണം എപ്പോഴെങ്കിലും സത്യം പറയുമെന്ന് അഡ്ലെയ്ഡിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ അവളെയും കൊന്നത്. അവൾ അവളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഇത് കവിതയുടെ ഭാഗമാണെന്ന് കാണിക്കാൻ ശ്രമിച്ചു. ദ മെയ്ഡ് വാസ് ഇൻ ദ ഗാർഡൻ. പക്ഷേ സത്യം അതായിരുന്നു. അവളൊരു സാക്ഷിയെ കൊന്നിരിക്കുന്നു. നീൽ പറഞ്ഞു, പിന്നെ പാട്രീഷ്യയെ ആക്രമിച്ചത്? പാട്രീഷ്യ വളരെ സെൻസിറ്റീവായ ഒരു പെൺകുട്ടിയാണ്. അവൾ വീട്ടിലെ വിചിത്രമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അഡ്ലെയ്ഡ് ഭയന്നു.
ഒരുപക്ഷെ അവളും സത്യത്തിലേക്ക് എത്തുമെന്ന്. അതുകൊണ്ടാണ് അവൾ അവളെയും ആക്രമിച്ചത്. പക്ഷെ ഇത്തവണ അവൾ തിടുക്കത്തിലായിരുന്നു. ഭാഗ്യത്തിന് പാട്രീഷ്യ രക്ഷപ്പെട്ടു. നീൽ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ് മിസ് മാർപ്പിൾ. പക്ഷെ ഒരു സ്ത്രീക്ക് ഇതേപോലൊരു രീതി എങ്ങനെ പറ്റുന്നു? ഞാൻ ഒരു ചിരിയോടെ പറഞ്ഞു, ഇൻസ്പെക്ടർ, നിങ്ങൾ ഈ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, ഏറ്റവും മനോഹരമായ മുഖത്തിൻ്റെ പിന്നിൽ ഏറ്റവും ആഴത്തിലുള്ള ഇരുട്ടൊളിഞ്ഞിരിക്കുന്നു. അഡ്ലൈഡ് അവളുടെ സൗന്ദര്യത്തിൻ്റെയും ആകർഷകമായ സ്വഭാവത്തിൻ്റെയും പിന്നിൽ അവളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മറച്ചുവെച്ചു. അതാണ് അവളുടെ ഏറ്റവും അപകടകരമായ ശക്തി. അന്ന് വൈകുന്നേരം വീട്ടിലൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. കുടുംബത്തിലെ ശേഷിച്ച അംഗങ്ങൾ, പാട്രീഷ്യയും ചില ബന്ധുക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇൻസ്പെക്ടർ നീൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഡ്ലൈഡിനെ അറസ്റ്റ് ചെയ്തെന്നും അവൾ കുറ്റം സമ്മതിച്ചെന്നും പ്രഖ്യാപിച്ചു. പാട്രീഷ്യ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഇതെല്ലാം അവരുടെ കളിയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അവരെപ്പോഴും എന്നെ നോക്കി ചിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, പലപ്പോഴും വ്യാജമായ ചിരി യഥാർത്ഥ വികാരങ്ങളെക്കാൾ അപകടമാണ്. നിങ്ങളിപ്പോൾ സുരക്ഷിതയാണ് പാട്രീഷ്യ, പേടിക്കേണ്ട ആവശ്യമില്ല. മീറ്റിങ്ങിന് ശേഷം ഞാൻ ലൈബ്രറിയിൽ ഒറ്റയ്ക്കിരുന്നു. അതേ പഴയ കവിത എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. സിംഗ് എ സോങ് ഓഫ് സിക്സ്പെൻസ്. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിനും സ്വാർത്ഥതയ്ക്കും എത്ര വിചിത്രമായ രൂപങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് ഈ കവിത തന്നെ പറയുന്ന പോലെ എനിക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞ് നീൽ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, മിസ് മാർപ്പിൾ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു പക്ഷേ തെറ്റായ ദിശയിലേക്ക് പോകേണ്ടി വന്നേനെ. ലാൻസ്ലോപ്പിനെ കുറ്റവാളിയായി കരുതുമായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തന്നു. നിങ്ങളുടെ മനസ്സ് വളരെ മൂർച്ചയുള്ളതാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദി ഇൻസ്പെക്ടർ. ഒരുപക്ഷെ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. സത്യം പലപ്പോഴും ഒരു ചെറിയ കാര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. അന്ന് രാത്രി ഞാൻ സമാധാനത്തോടെ ഇറങ്ങി. ആ വീട്ടിൽ നിന്നും ഭയത്തിൻ്റെ നിഴൽ നീങ്ങിയിരുന്നു. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഗ്ലാഡിസിൻ്റെ ഓർമ്മകൾ ബാക്കിയായി. ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി വെറും വിശ്വസ്തത കാരണം ജീവൻ നഷ്ടപ്പെട്ടവൾ. ഞാൻ മനസ്സിൽ പറഞ്ഞു, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കളി ചിലപ്പോൾ കുട്ടികളുടെ കവിത പോലെ അപകടവും വിചിത്രവുമാണ്. അവസാനം വീട്ടിലെല്ലാം ശാന്തമായി. അഡ്ലൈഡ് അറസ്റ്റിലായി. ലാൻസ്ലോട്ട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു. പാട്രീഷ്യ ഇപ്പോൾ പൂർണ്ണമായും സുരക്ഷിതയാണ്. ഇൻസ്പെക്ടർ നീലും ഞാനും ഒരേപോലെ ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. പക്ഷെ എൻ്റെ മനസ്സിൽ എന്നത്തെയും പോലെ ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ട്? എങ്ങനെ? ഞാൻ ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ സംഭവ വികാസങ്ങളും വീണ്ടും ഓർമ്മിച്ചു. റെക്സിൻ്റെ അത്യാഗ്രഹവും വൃത്തികെട്ട സ്വഭാവവും, അഡ്ലൈഡിൻ്റെ തന്ത്രശാലിയും, ഗ്ലാഡിസിൻ്റെ നിഷ്കളങ്കതയും, കവിതയുടെ കളിയും, എല്ലാ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇൻസ്പെക്ടർ നീലിനോട് പറഞ്ഞു, നീൽ, അഡ്ലൈഡ് എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? നീൽ ആകാംക്ഷയോടെ ചോദിച്ചു. അതേ മിസ് മാർപ്പിൾ, ദയവായി പറയൂ. ഞാൻ പറഞ്ഞു, അഡ്ലൈഡ് ഒരു അത്യാഗ്രഹിയായ സ്ത്രീയായിരുന്നു. അവൾക്ക് അവളുടെ ഭർത്താവ് റെക്സിൻ്റെ സ്വത്തും വീടും വേണമായിരുന്നു. പക്ഷേ റെക്സ് അവൾക്ക് ഒരിക്കലും പൂർണ്ണമായ സ്വാതന്ത്ര്യമോ ബഹുമാനമോ നൽകിയില്ല. പതിയെ അവൾക്ക് അവനെ ഇല്ലാതാക്കിയാൽ എല്ലാം തൻ്റെ കയ്യിൽ വരുമെന്ന് തോന്നി. ഈ അത്യാഗ്രഹമായിരുന്നു അവളുടെ കൊലപാതകത്തിൻ്റെ പ്രധാന കാരണം. പക്ഷേ അവൾ നിഷ്കളങ്കരെയും വെറുതെ വിട്ടില്ല. ഗ്ലാഡിസിനെ കൊന്നത് അവൾ അവളുടെ പ്രവൃത്തികൾക്ക് സാക്ഷിയായതുകൊണ്ടാണ്. പാട്രീഷ്യയെ ആക്രമിച്ചത് അവളും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഒരുപക്ഷെ അവൾക്ക് സത്യം കണ്ടെത്താൻ കഴിയുമായിരുന്നു. പിന്നെ നീൽ ചോദിച്ചു, കവിതയോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കവിത അവളുടെ തന്ത്രമായിരുന്നു. ഓരോ കൊലപാതകവും കവിതയിലെ വരികൾക്ക് അനുസൃതമായിരിക്കുമ്പോൾ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുമെന്ന് അവൾ കരുതി. റെയ്വിത്തുകൾ, കറുത്ത പക്ഷികൾ, പൂന്തോട്ടത്തിലെ വേലക്കാരി, എല്ലാം അവൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്തു. പക്ഷേ ചില സൂചനകൾ എപ്പോഴും പുറത്തു വരുമെന്ന് അവൾ മറന്നുപോയി. ലൈബ്രറിയിലെ പഴയ അടയാളങ്ങളും പൂന്തോട്ടത്തിലെ പുതിയ റെയ്വിത്തുകളും പോലെ. നീലൊരു ദീർഘനിശ്വാസമെടുത്തു. അപ്പോൾ എല്ലാം വെറും അത്യാഗ്രഹവും അഹംഭാവവും കാരണമാണല്ലേ? ഞാൻ പറഞ്ഞു, അതെ ഇൻസ്പെക്ടർ. അത്യാഗ്രഹം, അഹംഭാവം, ഭയം, ഇതെല്ലാം ഈ ദുരന്തത്തിന് കാരണമായി. പക്ഷേ മനുഷ്യനൊരിക്കലും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നിഷ്കളങ്കതയുടെയും സത്യസന്ധതയുടെയും ശക്തി അവൻ്റെ തന്ത്രങ്ങളെക്കാൾ വലുതാണ്. അതുകൊണ്ടാണ് അഡ്ലൈഡ് ഒടുവിൽ പിടിക്കപ്പെട്ടത്. അന്ന് ആ വീട്ടിലെ ആളുകൾ പതിയെ അവരുടെ ജോലികളിലേക്ക് മടങ്ങി. പാട്രീഷ്യ മുമ്പത്തെ പോലെ പുഞ്ചിരിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, മിസ് മാർപ്പിൾ, നിങ്ങൾ ശരിക്കും അത്ഭുതമാണ്. നിങ്ങളെല്ലാം കണ്ടിട്ടും ക്ഷമയോടെ ഇരുന്നു. നിങ്ങൾ കാരണമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഞാൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ക്ഷമയും ശ്രദ്ധയും, ഈ രണ്ട് കാര്യങ്ങൾ ഏതൊരു കുറ്റകൃത്യത്തെയും പരിഹരിക്കും. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. ഇൻസ്പെക്ടർ നീൽ പറഞ്ഞു, മിസ് മാർപ്പിൾ, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ സത്യം തിരിച്ചറിയുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ ബുദ്ധിയും അനുഭവമാണ്. ഞാനൊരു ചെറു പുഞ്ചിരി നൽകി. അന്ന് വൈകുന്നേരം ഞാൻ ആ വീടിൻ്റെ ബാൽക്കണിയിലിരുന്നു. ദൂരെ പൂന്തോട്ടത്തിൽ നിലാവെളിച്ചം പരക്കുന്നുണ്ടായിരുന്നു. ആ വീടിപ്പോൾ മുമ്പത്തെ പോലെ ഭയാനകമായിരുന്നില്ല. പക്ഷേ ആ മരണങ്ങളുടെ പ്രതിധ്വനി ഇപ്പോഴും ചുവരുകളിൽ കേൾക്കുന്നത് പോലെ തോന്നി. ഞാൻ ചിന്തിച്ചു, മനുഷ്യ മനസ്സ് എത്ര സങ്കീർണവും അപ്രതീക്ഷിതവുമാണ്. അത്യാഗ്രഹം, അഹംഭാവം, ഭയം, വെറുപ്പ്,
ഈ മനുഷ്യവികാരങ്ങൾ കവിതകളെക്കാളും കഥകളെക്കാളും ഭയാനകമായ കളികൾ കളിക്കാൻ കഴിയും. പക്ഷേ സത്യം എപ്പോഴും പുറത്തു വരും. എത്ര തന്ത്രശാലിയായാലും ചെറിയ കാര്യങ്ങളും ശ്രദ്ധയും അവനെ തുറന്നു കാണിക്കും. ഈ മുഴുവൻ സംഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് ഇതാണ്. അടുത്ത ദിവസം രാവിലെ പാട്രീഷ്യയും ലാൻസ്ലോപ്പും സുരക്ഷിതയായിരിക്കുന്നു. വീട് പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു. ഇൻസ്പെക്ടർ നീൽ പറഞ്ഞു, മിസ് മാർപ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് പോകാം. നിങ്ങളുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു ചെറുചിരിയോടെ പറഞ്ഞു, പക്ഷേ സത്യം എന്നെ എപ്പോഴും എവിടേക്കെങ്കിലും കൊണ്ടുപോകാറുണ്ട്. എല്ലാം ഇപ്പോൾ ശാന്തമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാട്രീഷ്യ വന്ന് പറഞ്ഞു, നന്ദി മിസ് മാർപ്പിൾ, നിങ്ങൾ ഞങ്ങൾക്ക് സത്യം കാണിച്ചു തന്നു, ഞങ്ങളെ സുരക്ഷിതരാക്കി. ഞങ്ങളെന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഞാൻ തലയാട്ടി. സത്യവും മനുഷ്യൻ്റെ അറിവും, ഇതാണ് ഏറ്റവും വലിയ ശക്തി. ഇത് നിങ്ങളെ ശരിയായ വഴി കാണിക്കും. ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഓരോ രഹസ്യത്തിനും ഒരു അവസാനമുണ്ട്. അത് എത്ര സങ്കീർണമായാലും സത്യത്തിൻ്റെ വെളിച്ചം അതിനെ എപ്പോഴും വെളിപ്പെടുത്തും. ഞാൻ മിസ് മാർപ്പിൾ ഒരിക്കൽ കൂടി പറയുന്നു, മനുഷ്യ മനസ്സിൻ്റെ ആഴവും അതിൻ്റെ തന്ത്രങ്ങളും മനസ്സിലാക്കുന്നത് ഒരിക്കലും എളുപ്പമല്ല. പക്ഷേ ക്ഷമയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഏത് രഹസ്യവും പരിഹരിക്കാൻ കഴിയും. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടൊരു ഫീൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാൻ. ലവ് യു ഓൾ, ബൈ.